നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങോട്ടാണെങ്കിലും സച്ചിദാനന്ദൻ ഒറ്റയ്ക്ക് പോണ്ട. കൂടെ അർച്ചനയുണ്ടാവും. അത് നാട് വിടാനാണെങ്കിലും മരിക്കാനാണെങ്കിലും. കേക്ക് എന്നെ വിട്. എനിക്ക് പോണം, എനിക്ക് പോണം അർച്ചന, എന്നെ വിട്. ഇനി സച്ചിൻ ഒറ്റയ്ക്ക് പോയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പോന്നെങ്കിൽ ഇപ്പൊ സച്ചിദാനന്ദൻ എന്റെ കൂടെ നെല്ലിശ്ശേരിയിൽ വന്ന് വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും മരിച്ച് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനുണ്ട് അവിടെ. ആ മനുഷ്യൻ സമ്മതിച്ചാ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. വാ സച്ചിൻ. തന്നോടാരാ എന്നെ തെരഞ്ഞു വരാൻ പറഞ്ഞേ? ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. സച്ചേട്ടൻ മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം അല്ലേ? എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ച മതി എന്ന് സച്ചേട്ടന് തോന്നല്ലേ? എന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടി വേദനയോട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അവർക്കൊക്കെ നിങ്ങൾ എവിടെ പോയി എന്നുള്ള മറുപടിയെ കൊടുക്കണ്ടേ? എല്ലാവരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ എനിക്കുണ്ട് ഒരു തീരുമാനം. അത് സച്ചേട്ടൻ അറിയണമല്ലോ. നിങ്ങൾ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനൊന്നും സമ്മതിക്കോ? അല്ലെങ്കിൽ എന്നെ മരിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കോ? എവിടെങ്കിലും പോയെന്ന് മരിക്കാം. ഞാൻ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. പക്ഷെ അതിനു മുന്നേ എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ടേ സച്ചേട്ടന് മരിക്കാൻ പറ്റൂ. കൊല്ല്, 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 എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ല്, കൊല്ല്, കൊല്ല് സച്ചേട്ടാ, കഴുത്ത് ഞെരിച്ച് കൊല്ല്. ഇവിടെ വെച്ച് എന്നെ കൊല്ല്, കൊല്ല്, കൊല്ല്. ചേച്ചി, എനിക്ക് തോന്നുന്നതേ അവര് തിരിച്ചു വരാൻ പോയ പോക്കല്ലെന്നാ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? കാരണം അതൊരുതരം പ്ലാനിങ് പോലെ നടത്തിയൊരു ഒളിച്ചോട്ടാ. ആദ്യം സച്ചിയേട്ടൻ, പുറകെ ഭാര്യയും. നീ എന്തൊക്കെ വിവരക്കേടായി പറയുന്നേ? മണ്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവരെങ്ങോട്ട് ഒളിച്ചോടാനാ? അതും എന്ത് കാര്യത്തിന്? അവരെന്താ കാമുകന്മാരാണോ രായ്ക്ക് രാമൻ ഒളിച്ചോടാൻ? എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല ചേച്ചി. സച്ചിയേട്ടൻ എന്തെങ്കിലും 5 മണിക്ക് മുന്നേ ഉണർന്ന് നടക്കാനോ കളിക്കാനോ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അർച്ചന ഇവിടെ വന്നതിന് ശേഷം 6 മണിക്ക് ശേഷം അല്ലാതെ സച്ചിയേട്ടൻ ആരെങ്കിലും പുറത്തു കണ്ടിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. ഇന്നോ അവൾ ഉണരുന്നതിന് മുൻപ് സച്ചിയേട്ടൻ ഉണർന്നു. എന്തിനാ? സോറി സച്ചേട്ടാ. സച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത്രയും നേരം ഞാൻ എന്റെ ജീവനം കൈ പിടിച്ച് ഓടുകയായിരുന്നു. ഒന്നും പറഞ്ഞാൽ സച്ചേട്ടന് മനസ്സിലാവില്ല. ഓരോ ആൾക്കൂട്ടങ്ങളിലും ഓരോ മുഖങ്ങളിലും ഞാൻ സച്ചേട്ടനെ തേടുകയായിരുന്നു. ഓടിയും തളർന്നും വീണു അലഞ്ഞും അവസാനം കണ്ടുപിടിച്ചപ്പോ ഞാൻ ചാകാൻ പോവാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ തല്ലിപ്പോയത്.
സച്ചേട്ടൻ എന്തിനാ രാവിലെ അങ്കിളുടെ മുറിയിൽ പോയത്? ചുമ്മാ കാണാനോ? അത് ഗുഡ് ബൈ പറയാനാണെങ്കിലോ? അങ്കിളിനെ കണ്ടിട്ട് പുറത്തേക്ക് വരുന്ന സച്ചേട്ടനെ സ്നേഹ കണ്ടില്ലേ? അവളോടും എന്തൊക്കെയോ ഉള്ളിൽ വെച്ചല്ലേ സച്ചേട്ടൻ സംസാരിച്ചത്? അതെന്തിന്? നീ പറയുന്നതിനൊന്നും എനിക്ക് ഉത്തരവില്ല. പക്ഷെ വലിയൊരു ചോദ്യം അവിടെ ഇല്ലേ? എന്തിന്? അതിനുത്തരം വേണ്ടേ? അതിന്റെ ഉത്തരം ചേച്ചി തേടാൻ തുടങ്ങിയിട്ട് നാളൊത്തിരിയായി. നന്ദേട്ടന്റെ കാര്യത്തില് ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി അതിലും വലിയൊരു സാധ്യത വേറെ ഇല്ല ചേച്ചി. അതെന്താ? ഇവരുടെ രണ്ടുപേരുടെയും ജീൻ ഒന്നല്ലേ? അപ്പോ ഒരേ ടെൻഡൻസി കാണുമല്ലോ. നന്ദേട്ടന് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ എല്ലാരും ഇട്ടെറിഞ്ഞു പോയത്? അത് ചിലപ്പോ ഒരു ജനറ്റിക് ഡിസോർഡർ ആകും. അതുപോലെ ആണെങ്കിലോ സച്ചേട്ടൻ ഒരു സുപ്രഭാതത്തില് പോയത്? അന്ന് നന്ദേട്ടന് ഇതുപോലൊക്കെ തന്നെയല്ലേ പോയത്? സച്ചേട്ടനില്ലാത്തൊരു നെല്ലിശ്ശേരിയെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ഞാനാണ് സച്ചേട്ടന്റെ പ്രശ്നമെങ്കിൽ വിഷമിക്കണ്ട. ഞാനായിട്ട് തന്നെ ഒരു മാർഗം ഉണ്ടാക്കി തരാം. ഞാനില്ലെങ്കിലും നെല്ലിശ്ശേരിയിൽ ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസങ്ങളിൽ സങ്കടം ആർക്കെങ്കിലും ഒക്കെ കാണും. അതിനപ്പുറം ഒന്നുമില്ല സച്ചേട്ടാ. പക്ഷെ സച്ചേട്ടനില്ലെങ്കിൽ കത്തി എരിഞ്ഞു പോവാ വീട്. നമുക്ക് പോവാം. അടുത്ത കാലത്തായി സച്ചി എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതിന്റെ പേരിലാവും അവര് തമ്മിൽ വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ടാവുക. ഇനി അതിന്റെ പേരിലെങ്ങാനും? അത് തന്നെ. അതിന്റെ പേരില് ജീവിതമൃത്ത് പോയി കാണും. സഹിക്കാവുന്നതിലും കൂടുതൽ പ്രഷർ വരുമ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഇതുപോലെ എളുപ്പമുള്ള വഴി വേറെ ഇല്ലല്ലോ. ഒറ്റ പോക്ക്. ഇല്ലെന്നൊക്കെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്ര നിസ്സാരക്കാരനല്ല സച്ചി. ഒരു തരത്തിലും കൂട്ടിയിട്ടും കുറച്ചിട്ടും നീ പറയുന്ന കാര്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുന്നില്ല. ചേച്ചി പറഞ്ഞതുപോലെ വഴക്കുണ്ടാക്കിയാണ് സച്ചേട്ടൻ പോയത്. അതുകൊണ്ടാണല്ലോ അവള് പുറകെ അന്വേഷിച്ചു പോയതും. എന്താ മറ്റാരോടും വരാൻ പറയാഞ്ഞത്? അവള് തന്നെ ഇത്രയും ഉറപ്പിച്ച് സച്ചേട്ടനെ തേടി പോവാൻ ധൈര്യം കാണിച്ചതെന്താ? സാധാരണ ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭാര്യമാര് കരഞ്ഞു നിലവിളിച്ച് നിൽക്കാറാണല്ലോ പതിവ്. ഇവിടെന്താ അങ്ങനെ അവള് നിൽക്കാതെ അന്വേഷിച്ചു പോയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.